തദ്ദേശ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ്. വാർഡ് വിഭജനം നടന്നത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായ നടപടിയാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, വിവരങ്ങൾ. അതന്നെയ കേരളത്തിൽ തദ്ദേശ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായി ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ അപ്പീലുകളിലാണ് സുപ്രീം കോടതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തദ്ദേശ വാർഡ് വിഭജനം നടന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏകപക്ഷീയമായ നടപടി ആകുമെന്നാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു ഈ ഹർജികൾ സുപ്രീം കോടതിയിലെത്തിയത്. ജനസംഖ്യ കൂടിയ സാഹചര്യത്തിലാണ് വിഭജനം നടപ്പാക്കിയതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ജനസംഖ്യ മാറിയ സാഹചര്യത്തിൽ എങ്ങനെ എണ്ണം കണക്കാക്കാനാകുമെന്ന് സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ വിഭജനം നടത്തിയതാണെന്നും വീണ്ടും നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നുമാണ് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചത്. തുടർന്ന് വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി കോടതി സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഹർജിക്കാർക്കായി മുതിർന്ന അഭിഭാഷകരായ നിരഞ്ജൻ റെഡ്ഡി, നവീൻ ആർ നാഥ്, അഭിഭാഷകരായ ഹാരിസ് പീരാൻ, മുഹമ്മദ് ഷാ, അബ്ദുൽ ഹനീഫ് തുടങ്ങിയ ആളുകളാണ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കാൻ തന്നെയാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി.